താങ്കൾ എന്തൊക്കെയാണ് തിരുവഞ്ചൂർ അവിടെ കോട്ടയത്തിന് ചെയ്തിരിക്കുന്നത്? താങ്കൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കി വെച്ചു. അതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 500 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ. ശ്രീ കണ്ണന്താനം, അദ്ദേഹത്തിന്റെ ആകാശപാതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട്, അദ്ദേഹം പറയട്ടല്ലേ? രാജാവാ ശ്രീ തിരുവഞ്ചൂർ പറയും. അതാ പറഞ്ഞ അവിടെ നമുക്ക് പയറ് നമുക്ക് പടലും ഇതുണ്ടല്ലോ, കൃഷി ചെയ്യാം. അല്ല വേറെ തിരുവഞ്ചൂർ അദ്ദേഹം പറയട്ടെ. ശ്രീ കണ്ണന്താനം, താങ്കൾ മറുപടി പറയാൻ അവസരമുണ്ട്, കുഴപ്പമില്ല. അതിന്റെ മുകളില് തിരുവഞ്ചൂര് ഒരു പ്രതിമയും കൂടെ ഉണ്ടാക്കി വെക്കണം. ഒരു പ്രതിമ പൂർത്തീകരിച്ചു തന്നാ മതി. എന്റെ ആഗ്രഹം എന്താ, ഇത് പൂർത്തീകരിക്കാന്നുള്ളതാ. അങ്ങ് നടക്കാത്തത് എന്താ, അത് അങ്ങേക്കും അറിയാം. അങ്ങ് ഇത് ഏറ്റെടുത്തൊക്കെ പൂർത്തീകരിച്ചോ? അങ്ങ് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചോ? ഇൻഡോർ സ്റ്റേഡിയം അങ്ങ് വന്ന് ബന്ധു കളിച്ചതുണ്ടോ? അതൊന്നും തടസ്സമില്ല. അങ്ങയുടെ രാഷ്ട്രീയം മറ്റുള്ളവരുടെ നന്മ കാണാനേ കഴിയില്ല എന്നുള്ള രൂപത്തിൽ എത്തിയതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങയോട് സഹതപിക്കണം. അങ്ങ് 3000 വീടുകളിൽ ഇവിടെ പോയി എന്ന് പറഞ്ഞല്ലോ. ആ 3000 വീടുകളിൽ പോയിട്ടുള്ള എന്താണെന്നുള്ളത് എനിക്കറിയാം. ഒന്നും ചെയ്യാൻ അതൊക്കെ വിട്ട ജനങ്ങളുടെ പൈസ എടുത്ത് എങ്ങനെ വേണ്ട, അത് ശരിയാണ്. എനിക്ക് അതാണ് അങ്ങയുടെ ആകാശപാത. അതാണ് സമ്മതിച്ചോന്നേ. അങ്ങ് ഇത് ഏറ്റെടുക്ക്. അങ്ങയുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ, അങ്ങയുടെ സമ്പത്തുണ്ടല്ലോ, അങ്ങയ്ക്ക് സ്വത്തുണ്ടല്ലോ. അങ്ങ് ഇതങ്ങ് ഏറ്റെടുത്തിട്ട് നടപ്പാക്ക്. എന്നിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്ക്. ഞങ്ങളെ കൂടെ കാണിക്കുക. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്കത് നടക്കണമെന്നുള്ളതല്ലാതെ വേറെ തർക്കിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലല്ലോ. അങ്ങ് ഇത് ഏറ്റെടുക്ക്, നടപ്പാക്ക്. അങ്ങയുടെ കയ്യിലെ ഇവിടെ നമ്മളുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് എല്ലാം അത് അങ്ങയുടെ വകുപ്പിൽപ്പെട്ടതല്ലേ, കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ? അങ്ങയുടെ ഇവിടെ നാഷണൽ ഹൈവേയിലല്ലേ അത് നിൽക്കുന്നത്. MC റോഡ് നാഷണൽ ഹൈവേ ആണെന്നുള്ള വിവരം അങ്ങേക്ക് അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഉണ്ടാക്കി വെച്ചിട്ട് മനോഹരമായ ഒരു സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് അൽഫോൻസ് കണ്ണന്താനം ഇതൊന്നും ചെയ്തില്ലല്ലോ. അൽഫോൻസ് കണ്ണന്താനം ഇവിടെ കളക്ടറായിരുന്നല്ലോ കുറെ കാലം. എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. 1990 ഇവിടെ കളക്ടറായിരുന്ന ആളായി എന്നോട് വർത്താനം പറഞ്ഞു. 5 കോടി രൂപ 90 കളക്ടറായിരുന്നല്ലേ നിങ്ങൾ? ആണല്ലോ. എന്ത് ചെയ്തു? കണ്ണന്താനം, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയപരിമിതി അനുവദിക്കുന്നില്ല. താങ്കൾക്ക് അറിയാമല്ലോ സമയം തന്നെ സ്വയം വഷളാകുന്നത് കണ്ടിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ ഇടപെടി കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.